ഹായ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവരും സമ്മതിക്കുന്നല്ല, പക്ഷെ എന്നാലും പൊതുവെ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്ററാണ്. പെർഫെക്ഷൻ ലൈഫിൽ സാധ്യമാണോ, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആകാൻ സാധിക്കത്തില്ല. രണ്ട്, നമ്മൾ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒന്നാമതായി അത് ഇമ്പോസിബിളാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യർ ആര് തന്നെ ആയാലും ശരി, ആ മനുഷ്യർക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സ്റ്റേജ് റീച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കണ്ടീഷൻ ഹ്യൂമൻ ലൈഫിലില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഹ്യൂമൻ ലൈഫിലില്ല. അപ്പോൾ പിന്നെ നമ്മളത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മളത് ശ്രമിക്കുക എന്നുള്ളത് അതൊരു ഹിമാലയൻ ബ്ലണ്ടർ പോലാണ് ശരിക്കും പറയുന്നത്. ഇല്ലേ? ഇല്ലാത്തൊരു സാധനം നമ്മൾ ഒന്നുകിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ലക്ഷ്യമിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ, ടൈമിൻ്റെ, എനർജിയുടെയൊക്കെ ഒരു അബ്സല്യൂട്ട് വേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്നല്ല, പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഹ്യൂമൻ ലൈഫിലില്ല. മറ്റെവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഹ്യൂമൻസാണ്, നമ്മൾ ഹ്യൂമൻ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹ്യൂമൻ ലൈഫിനെക്കുറിച്ച്, നമ്മുടെ ലൈഫിനെക്കുറിച്ച് മാത്രം നമ്മൾ ബോധരാകുക. നമ്മുടെ ലൈഫിൽ എന്താണ് പോസിബിൾ, എന്താണ് ഇമ്പോസിബിൾ, അല്ലെങ്കിൽ എന്താണ് സാധ്യമായിട്ടുള്ളത്, എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് മാത്രം നമ്മളൊരു വാക്യം കേട്ടിട്ടുണ്ടായിരിക്കും, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം മനുഷ്യനാൽ സാധ്യമായത് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ, ഇല്ലേ? ഇപ്പം നമുക്ക് പക്ഷികളെ പോലെ ഉയർന്നു പറക്കാനോ, അല്ലെങ്കിൽ ഒരു ആനയുടെ കൂട്ട് ഒരു മരം, ഭൂമിയിലെ വലിയൊരു മരം പിഴുതെടുത്തിട്ട് അത് അതിൻ്റെ തുമ്പിക്കയിലും കൊമ്പിലും കോർത്തുകൊണ്ട് പോകുന്ന പോലെ നമുക്ക് അത്രയും ഭാരമുള്ളൊരു തടി അല്ലെങ്കിൽ വസ്തു ചുമന്നുകൊണ്ട് പോകാനും നമുക്ക് സാധിക്കത്തില്ല. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഓടുന്നൊരു മൃഗങ്ങൾ, ആ മൃഗങ്ങളെപ്പോലെ നമുക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കത്തില്ലായിരിക്കും. കടലിനടിയിൽ ജീവിക്കുന്ന ജീവികളുണ്ടായിരിക്കും, അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പം മനുഷ്യനാൽ സാധ്യമായിട്ടുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എവറിത്തിങ് ഈസ് പോസിബിൾ അല്ലെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. വാട്ട് ഈസ് ഹ്യൂമൻലി പോസിബിൾ? മനുഷ്യന് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും, അതും എല്ലാ മനുഷ്യർക്കും. ഇപ്പോൾ ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നൊരു കാര്യം മറ്റൊരു മനുഷ്യൻ നേടിയെടുക്കാൻ ഒരിക്കലും സാധിക്കുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തിലേക്ക് ഒത്തിരി എന്താണ് പറയുന്നത്, ഈ കോൺട്രാഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി ഈവ്സ് ആൻഡ് ബട്ട്സ് ഒക്കെ ഉണ്ടല്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ കാരണം ലോകത്തിൻ്റെ നിലനിൽപ്പ് അങ്ങനെയല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അങ്ങനെയല്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും അല്ലെങ്കിൽ ഫാക്കൽറ്റീസ്, ഗിഫ്റ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ഓരോ വ്യക്തികൾ അത് വ്യത്യസ്തമായ രീതിയിൽ അത് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് പോസിബിൾ ഫോർ എ മാൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് പോസിബിൾ ഫോർ വൺ ഹ്യൂമൻ ബീയിങ് കനോട്ട് ബി പോസിബിൾ ഫോർ അനദർ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേ സ്റ്റേറ്റസ് തന്നെ ആയിരിക്കുമല്ലോ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പെർഫെക്ഷൻ എന്നൊരു കണ്ടീഷൻ നമ്മുടെ ഹ്യൂമൻ ലൈഫിലില്ല ഒരിക്കലും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സീക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല. പെർഫെക്ഷനിസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തും പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിക്കുന്നവർ, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്ഷൻ ഉണ്ടാവണമെന്ന് വാശി പിടിക്കുന്നവർ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊരു കണ്ടീഷന് വേണ്ടി വെയിറ്റ് ആൻഡ് സീ ഗെയിം വെയിറ്റ് ചെയ്തിരുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാരെ നമുക്ക് ഈ ലോകത്തിലും സമൂഹത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ട്, അവർ പെർഫെക്ഷനിസ്റ്റ് ആവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ ബേസിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണോ, ഫണ്ടമെൻ്റൽ റെസ്പോൺസിബിലിറ്റി എന്താണോ, അതിലേക്ക് നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു. ഇല്ല, അതിപ്പോൾ ഏതൊരു ആക്ഷൻ ആയാലും അതിനെ നമ്മൾ പെർഫെക്റ്റായിട്ടല്ല ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നമ്മളത് സ്റ്റാർട്ട് ടു ഡു, നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ ശ്രമിച്ചു ചെയ്തു കഴിഞ്ഞ് നമുക്ക് അതിനകത്തിലുള്ള പോരായ്മകൾ, പിറ്റ് ഫോൾസസ്,
അല്ലെങ്കിൽ അതിനകത്തിലെ പിന്നെ തെറ്റുകൾ, എറേഴ്സ്, മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ബട്ട് വി കനോട്ട് അറ്റൈൻ പെർഫെക്ഷൻ. നമുക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം അല്ലെങ്കിൽ കണ്ടീഷൻ ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനൊരു കണ്ടീഷൻ ഒരിക്കലും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ ടു റീച്ച് പെർഫെക്ഷൻ. ബിക്കോസ് അത്തരൊരു കണ്ടീഷൻ ഇല്ല എന്നതുകൊണ്ട് മാത്രം നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, നമ്മളാൽ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് ഏത് കാര്യം തന്നെ ആയിക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കതിനകത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരിടാം. ഇല്ല, നമുക്ക് തെറ്റുകൾ പറ്റാം, മിസ്റ്റേക്സുകൾ പറ്റാം, അതിനകത്തിൽ എറേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മിസ്റ്റേക്ക് പറ്റിയതിനെ അല്ലെങ്കിൽ എറേഴ്സ് പറ്റിയതിനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ കറക്റ്റീവ് സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി ആ ഒരവസ്ഥയെ അല്ലെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പെർഫെക്ഷനിസത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ആക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. റിസൾട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ തീർച്ചയായിട്ടും എന്താണ് റിസൾട്ട്, നമ്മൾ ഉദ്ദേശിച്ചാണോ റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതാണോ റിസൾട്ട്, അതിനകത്തിൽ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങൾ എന്താണ്, പിറ്റ്ഫോൾസ് എന്താണ്, കുറവുകൾ എന്താണ്, എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത്, മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഹ്യൂമൻ ലൈഫിൽ ഈ ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഒന്നും തന്നെ പെർഫെക്ഷനിസത്തിൽ വിശ്വസിച്ച ആൾക്കാരല്ല ശരിക്കും പറഞ്ഞാൽ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അവരെല്ലാം ജസ്റ്റ് ഡൂവേഴ്സാണ്. കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുക, പിന്നെ ചെയ്യുന്ന മാത്രയിൽ ചെയ്ത് മുമ്പോട്ട് പോകുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ അവരുടെ നമ്മൾ പറഞ്ഞ നമ്മുടെ തെറ്റുകൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഏരിയാസിനെ കണ്ടുപിടിച്ചിട്ട് നമ്മളതിനെ ഇമ്പ്രൂവ് ചെയ്യുക, എന്നിട്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട്. അങ്ങനെയാണ് ഹ്യൂമാനിറ്റി വളർന്ന് നമ്മളുടെ സിവിലൈസേഷനൊക്കെ വളർന്ന് ഇത്രയും എത്തിയത് ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ്. അല്ല പെർഫെക്ഷനിസോ അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് ലോകത്തിൽ പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാകത്തില്ല. ആക്ഷൻ, പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവൃത്തികളിൽ കൂടെ മാത്രമേ നമുക്ക് പുരോഗതിയും പ്രോഗ്രസ്സും അല്ലെങ്കിൽ നമ്മുടെ ഫോർവേഡ് മാർച്ച് സാധ്യമാകത്തുള്ളൂ. പെർഫെക്ഷനിസം ആണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്ഷനിസമാണ് നമ്മളുടെ ഐഡിയോളജി എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് എപ്പോഴൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കുമോ, മറ്റുള്ളവർ അതിനെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മോശമായിരിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്, ഇച്ചിരി മെച്ചപ്പെട്ടൊരു അവസരം വരുമ്പോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ടൊരു അവസരം നമുക്കൊരിക്കലും കിട്ടത്തില്ല. ഇല്ലേ, പെർഫെക്റ്റ് മൊമെൻ്റ് ഇല്ല ഒരിക്കലും. അതല്ല, ഇപ്പോഴത്തെ മൊമെൻ്റാണ് നമ്മുടെ ഏറ്റവും പെർഫെക്റ്റ് മൊമെൻ്റ് എന്നല്ല. അപ്പോൾ ഇപ്പോൾ ആക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു വെയിറ്റ് ആൻഡ് സീ ഗെയിം മാത്രമായി തീരും. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇപ്പോൾ പെർഫെക്റ്റ് അല്ല, നാളെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നാളെ വരുമ്പോൾ വീണ്ടും ഇത് പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് മൊമെൻ്റ് അല്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡേ അല്ല, ഇപ്പോൾ എൻ്റെ സമയം ശരിയല്ല ഇത് ആക്ട് ചെയ്യാൻ വേണ്ടി. സോ ഐ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെൻ്റ് വരുമ്പോൾ ഇത് പെർഫെക്റ്റ് മൊമെൻ്റ് അല്ല. അങ്ങനെ നമ്മളതിനെ പോസ്റ്റ്പോൺ ചെയ്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കാതെ നമ്മളുടെ ഹോൾ ലൈഫിനെ വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലൊക്കെ അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പെർഫെക്ഷനിസം എന്നൊരു സംഭവം നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ചെറിയ ഐഡിയ പോലെ ഉണ്ടെങ്കിൽ നമ്മളതിനെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ബി ഡൂവേഴ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ആക്ട് ചെയ്യുക. നമ്മൾ ഏത് കാര്യവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ബെറ്ററായിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു മൊമെൻറ്റിന് വേണ്ടി, പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എല്ലാ ഓപ്പർച്യൂണിറ്റിയും പെർഫെക്റ്റ് അല്ലെങ്കിൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയും എക്സലൻ്റ് ആണ്. അപ്പം പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്ഷനിസം, പെർഫെക്ഷനിസ്റ്റ് ഇതൊക്കെ തന്നെ ഒരു ഇലിഷൻ മാത്രമാണ്, മിത്താണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമല്ല. കാരണം ആ യാഥാർത്ഥ്യം നമുക്കൊരിക്കലും
ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തുവാനോ കണ്ടുപിടിക്കാനോ ഒന്നും സാധ്യമല്ല. കാരണം അങ്ങനൊരു അവസ്ഥ ഈ ലോകത്ത്, എസ്പെഷ്യലി ഹ്യൂമൻ സൊസൈറ്റിയിലെ ഹ്യൂമൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തൊരിക്കലും പെർഫെക്ഷൻ എന്ന് പറയുന്നൊരവസ്ഥ ഒട്ടുമില്ല. അപ്പോൾ പെർഫെക്ഷനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ നമുക്കതിനകത്തിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാകണം. നമുക്ക് പെർഫെക്ഷനേക്കാൾ കൂടുതൽ നമ്മളതിനെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് മെച്ചപ്പെട്ടതാകും. പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആയില്ലെങ്കിൽ തന്നെയും അതൊരു ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു അത് തന്നെ ഫൈനൽ ഔട്ട്പുട്ട് അതൊക്കെയായി മാറും. കാരണം നമ്മൾ ഈ കാണുന്ന എല്ലാ ക്വാളിറ്റി സാധനങ്ങൾ, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയാലും സർവീസ് ആയാലും, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ക്വാളിറ്റി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയിലല്ല നിലനിൽക്കുന്നത്. പക്ഷേ എത്രയും മെച്ചപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മുടെ കൈകളിൽ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്താണോ അത് നമ്മുടെ ബുദ്ധിയായിരിക്കാം, നമ്മുടെ മനസ്സിൻ്റെ ശക്തിയായിരിക്കാം, നമ്മുടെ കയ്യിലെ പൈസ ആയിരിക്കാം, നമ്മുടെ ശാരീരിക ബലമായിരിക്കാം, നമ്മുടെ നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊറാലിറ്റി, സെൻസ് ഓഫ് മൊറാലിറ്റി ആകാം. എല്ലാം നമ്മുടെ റിസോഴ്സാണ്. പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ റിസോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട റിസോഴ്സ് എന്താണോ ആ റിസോഴ്സ് ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ബെറ്റർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പെർഫെക്ഷൻ എന്നുള്ള കാര്യം മറക്കുക. പെർഫെക്ഷനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല, കൺസേൺ ആവേണ്ട ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫ് വേസ്റ്റ് ആക്കേണ്ടി വരും, നമ്മുടെ ടൈം വേസ്റ്റ് ആക്കേണ്ടി വരും, നമ്മുടെ എനർജി വേസ്റ്റ് ആക്കേണ്ടി വരും. ബട്ട് ജസ്റ്റ് ഇംപ്ലിമെൻറ്റ്, ജസ്റ്റ് എക്സിക്യൂട്ട് തിങ്സ്. ദെൻ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഏരിയാസിൽ, അല്ലെങ്കിൽ നമുക്ക് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ട ഏരിയാസ്, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ നമുക്ക് സോൾവ് ചെയ്യേണ്ട ഏരിയാസിൽ അതിനെ ഫിക്സ് ചെയ്യുക, മുന്നോട്ട് പോവുക. ടേക്ക് അനദർ സ്റ്റെപ്പ്, ടേക്ക് അനദർ ആക്ഷൻ, അല്ലെങ്കിൽ ടു ദ നെക്സ്റ്റ് ജോബ്, നെക്സ്റ്റ് ടാസ്ക് എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ forget about perfection, forget about perfectionism, and forget about being a perfectionist, because there is no such condition as being perfect. Perfect ആയിട്ടുള്ള കണ്ടീഷൻ ഇല്ല, nowhere else in this world. So just do the things, just act and just implement, just execute, that's all. Okay, അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. Have a nice day. Thank you for watching and listening.